ഹലോ രാവിലെ വെറുതെ വീട്ടിലിരുന്നപ്പോഴാണ് ലേഖാമ്മ വിളിച്ചിട്ട് പറഞ്ഞത് മക്കളെ പായസം വെച്ചിട്ടുണ്ട് വന്ന് കുടിച്ചിട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ ഇറങ്ങി ലേഖാമ്മയുടെ വീട്ടിലോട്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അമ്മ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോസ്റ്റ് അടിച്ചിരുന്നു. പായസം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദൂടൻ അവിടെ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഒരുത്തൻ ഫ്രഷ് ആയിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കിയ പായസം അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നത് കണ്ടത്. അങ്ങനെ ഗണപതിക്ക് കൊടുത്തതിന് ശേഷം ഞാനും പായസം കുടിച്ചു കേട്ടോ. അടിപൊളി പായസമായിരുന്നു. പായസം ഒന്നും നമ്മളൊരു വീക്ക്നെസ് ആണ്. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്ന് പുറത്തോട്ട് പോകാന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി. അങ്ങനെ എല്ലാവരെയും പറക്കെടുത്ത് വണ്ടിയിലിട്ടുകൊണ്ട് നമ്മൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോയി. ആദ്യം കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും കൊണ്ട് നമ്മളെല്ലാവരും വാലേ നടന്നുപോയി. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയതാ ഈ വെള്ളച്ചാട്ടത്തിലാണ് ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഈ വെള്ളം തിളച്ച് മറിയുന്ന കണ്ട് എനിക്ക് ഇറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. ദൂരേന്ന് തന്നെ ഈ വ്യൂ കാണാൻ ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ ഭംഗി എനിക്ക് ഫോണിൽ ഒപ്പിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അങ്ങനെ നമ്മളത് വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുപ്പായിരുന്നു മെയിൻ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടുത്തെ ഫോട്ടോസ് ആയാലും ഇവിടുത്തെ വ്യൂ ആയാലും അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് ഫോട്ടോ എടുത്തപ്പോഴാണ് ഇവിടെ പാർക്ക് കണ്ടത്. കൃഷ്ണുവിന് ഉടനെ പാർക്കിൽ കയറണം. അങ്ങനെ കൃഷ്ണവും കൊച്ചും കൂടെ പാർക്കിലൊക്കെ കയറി കുറേ നേരം അടിച്ചു പൊളിച്ചു. ആ സമയത്ത് ഞങ്ങൾ അവിടെ അവർ കളിക്കുന്നത് നോക്കിയിരുന്നു. അല്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ എവിടെ പോയാലും അമ്മയുടെ ഒരു സ്ലോമോ വീഡിയോ അത് മസ്റ്റാണ്. അതിൻ്റെ ക്യാമറമാനും ഞാൻ തന്നെയാണ്. അന്നേരമാണ് കൃഷ്ണുവിന് തന്നെ ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി ഞങ്ങൾ കണ്ടത്. ഉടനെ ഞങ്ങൾ അതിൽ വലിഞ്ഞു പിടിച്ച് കയറി. അടിപൊളിയായിരുന്നു. പക്ഷെ കറക്കുന്നത് ലേഖാമ്മയാന്നുള്ള കാര്യം കൃഷ്ണുവിന് അറിയില്ല. പക്ഷെ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാളുവിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പാവം. ക്ലൗഡ് 9 നിന്ന് താഴെ എത്താൻ കുറച്ച് സമയം എടുത്തു. കയറിയിട്ട് ഇറങ്ങിയിട്ട് എന്തോ കാര്യമായി ചിന്തിച്ചിരിക്കുമായിരുന്നു. ഇതെല്ലാം വീഡിയോ എടുക്കുന്ന സമയത്ത് നിനക്ക് ഇന്നൊരു കണ്ടന്റിനായല്ലോ എന്ന് പറഞ്ഞ് ലേഖാമ്മ ഞങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.